തീരുവ നടപടികളിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ആശ്വാസം എന്ന വിവരമാണ്. വിദേശ രാജ്യങ്ങൾക്ക് മേൽ തീരുവ ചുമത്തുന്നത് വിലക്കിയ ഫെഡറൽ വ്യാപാര കോടതി ഉത്തരവ് അപ്പീൽ കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തു. മധു കൊട്ടാരക്കര ചേരുന്നുണ്ട് വിവരങ്ങളുമായി ന്യൂജേഴ്സിയിൽ നിന്ന്. മധു, ഈ ട്രംപ് തന്റെ തീരുമാനവുമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് കോടതിയുടെ ഭാഗത്തുനിന്നൊരു ഇടപെടൽ ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ ആ വ്യാപാര കോടതി ഉത്തരവ് അപ്പീൽ കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഇതെന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. വിശദാംശങ്ങൾ മധു കൊട്ടാരക്കര. ഗുഡ് മോർണിംഗ് ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ് സ്മിത. സാധാരണ നിലയ്ക്ക് എപ്പോഴും ഈ ട്രംപും കോടതിയും കൊണ്ടും കൊടുത്തുമാണ് എപ്പോഴും നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു കേസിലും അത്തരം ഒരു നീക്കമാണ്. വിദേശ രാജ്യങ്ങൾക്ക് മേൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ താരിഫുകൾ ന്യൂയോർക്കിലെ ട്രേഡ് കോടതി ട്രംപ് പ്രസിഡന്റ് എന്ന നിലയിൽ തന്റെ അധികാര പരിധി മറികടന്നെന്ന് വിധിച്ച് അവ ഉടനടി തടയുവാൻ ഉത്തരവിട്ടത് ഇപ്പോൾ വാഷിംഗ്ടൺ DC-യിലെ ഫെഡറൽ അപ്പീൽ കോടതിയാണ്. ഇപ്പൊ താൽക്കാലികമായിട്ട് അത് സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന് നേരത്തെ സ്മിത പറഞ്ഞതുപോലെ ആശ്വാസം നൽകുന്ന ഒരു കോടതി വിധിയാണ് ഇതോടുകൂടി വന്നിരിക്കുന്നത്. ന്യൂയോർക്ക് ട്രേഡ് കോടതിയുടെ വിധി രാജ്യസുരക്ഷയ്ക്ക് തന്നെ അപകടമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ വിധി റദ്ദാക്കുവാൻ ട്രംപ് ഭരണകൂടം അപ്പീൽ കോടതിയെ സമീപിച്ചത്. വാഷിംഗ്ടണിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫെഡറൽ കോർട്ട് ഓഫ് അപ്പീൽസ് ആണ് ഈ കേസ് കീഴ്ക്കോടതിയുടെ വിധി താൽക്കാലികമായി സ്റ്റേ ചെയ്തുകൊണ്ട് ഈ വിധി പറയാനായിട്ടുള്ള സമയം ചോദിച്ചിരിക്കുന്നത്. കൂടാതെ ഈ കേസുകളിലെ വാദികൾ ജൂൺ 5-നകം മറുപടി നൽകണമെന്നും അതുപോലെ ട്രംപ് ഭരണകൂടം ജൂൺ 9-നകം ഇത് സംബന്ധിച്ചുള്ള മറുപടി നൽകണമെന്നും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഇന്നലെ നടന്ന കോടതി വിധി ട്രംപിന് വലിയ തിരിച്ചടിയായിട്ടായിരുന്നു ഒരു വിലയിരുത്തലുണ്ടായത്. അതായത് ഭരണഘടന പ്രസിഡന്റ് അല്ല, കോൺഗ്രസിനാണ് നികുതിയും താരിഫും ഒക്കെ ചുമത്തുവാനുള്ള അധികാരം നൽകിയതെന്നും അതുപോലെ അമേരിക്കയിലെ ദേശീയ അടിയന്തരാവസ്ഥകളിലെ പ്രത്യേക സാഹചര്യങ്ങളൊക്കെ നേരിടുവാൻ ഉദ്ദേശിച്ചിട്ടുള്ള നിയമമായ ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവേഴ്സ് ആക്ട് നടപ്പിലാക്കുന്നതിലൂടെ പ്രസിഡന്റ് തന്റെ അധികാരം ലംഘിച്ചു എന്നാണ് ഇന്നലെ കോടതി നിരീക്ഷിച്ചത്. സ്മിത ശ്രീജിത്ത്. ശരി, ഏതായാലും ഫെഡറൽ വ്യാപാര കോടതിയുടെ ഉത്തരവ് വന്നതോടെ, അതായത് മുൻപുണ്ടായ ഫെഡറൽ കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്തുകൊണ്ടുള്ള നടപടി, അത് ട്രംപിന് താൽക്കാലികമായി ആശ്വാസമാവുകയാണ്. മധു കൊട്ടാരക്കരയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.